वायनाड में संकट दिख रहा है। शाहजादे और उनकी टोली 26 अप्रैल को वायनाड में वोटिंग का इंतजार कर रही है। जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको। ഇക്കുറി ഒരു മത്സരമേ ഇല്ലെന്നും അത് 400 പാർ ഈസി വാക്ക് ഓവറെന്നും ലോട്ടസ് ക്യാമ്പിന്റെ പ്രതീക്ഷകൾ കിളക്കം തട്ടുന്ന സർവേകൾ, രാജസ്ഥാനിലടക്കം കരുത്തൻ കോട്ടകളിൽ ആഘാതമെന്ന ആഭ്യന്തര പഠനങ്ങളടക്കം രാജ്യത്ത് കാവിക്കൊടുങ്കാരന്റെ കരുത്തു ചോർന്ന് ഇന്ത്യ NDA ടൈറ്റ് ഫൈറ്റ് രാഷ്ട്രീയ സിനേറിയോ കാലത്താണ്. മറ്റൊന്നും പറഞ്ഞിട്ടിരിക്കാതെ രാഹുലും ലാലുവും മട്ടൻ കറി വെച്ചുവെന്നും തേജസ്വി യാദവ് മീൻകറി കഴിച്ചുവെന്നും പറയേണ്ടി വരുന്ന ഒരു ആയുധമില്ലാ കാലത്താണ് എതിർസഖ്യത്തിനെ തകർക്കാൻ കിട്ടിയ ഒരു ആയുധം മഹാരാഷ്ട്രയിൽ മോദിക്ക് വജ്രായുധം. ഭായിയോ ബഹനോ നോക്കൂ, ഷെഹൻഷായ്ക്ക് അഥവാ രാഹുൽ ഗാന്ധിക്കെതിരെ നമ്മൾ പോലും പറയാത്ത വാക്കുകൾ പറയുകയാണ് ആ സഖ്യത്തിൽ കൂടെയുള്ള കേരള മുഖ്യൻ. തമിഴകമടക്കം ആദ്യഘട്ടം ഞങ്ങൾക്ക് അനുകൂലമെന്ന് പ്രതിപക്ഷം കോൺഫിഡൻസോടെ പറയുമ്പോൾ ആ സഖ്യം ശൈഥില്യത്തിൽ നശിക്കലാണെന്ന മോദി ആവേശം സ്വാഭാവികമാണ്. അത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു പ്രതിപക്ഷ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ മുദ്രാവാക്യത്തിന് തുടർച്ചയിൽ രാഷ്ട്രീയ തുടക്കത്തിലെ അപ്രസക്തനാണ് രാഹുൽ എന്നൊരു ആഖ്യാന നിർമ്മിതിയിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അമിത്ഷാ അടിച്ചുകൊടുത്ത അരാഷ്ട്രീയ പദാവലി, പിന്നെ തൊടുക്കുമ്പോൾ 10,000 മട്ടിൽ പ്രൊപ്പഗണ്ട സൈബർ സംഘ ഫാക്ടറികൾ പപ്പുവെന്നാർത്തു വിളിച്ച് കളിയാക്കിയതും രാജ്യം കണ്ടതാണ്. ശേഷം ഗംഗയിലെ മുന്നിൽ ഒരുപാട് വെള്ളമൊഴുകിപ്പോയതും ആ വെറുപ്പിന്റെ ഭീമാകാരങ്ങൾക്കെതിരെ വിദ്വേഷത്തിന്റെ ഗ്രാൻഡ് നറേറ്റീവുകൾക്ക് ബദൽ സ്നേഹരാഷ്ട്രീയമെന്ന് പറഞ്ഞ് കന്യാകുമാരിയിൽ തുടങ്ങി 4000 കിലോമീറ്റർ കാശ്മീരിൽ ദേശീയ പതാക പാറിച്ച് കരുത്തനായ പ്രസക്തനായപ്പോൾ RSS പോലും മറന്നുപോയതാണ് അപ്പൊളിറ്റിക്കൽ പരിഹാസ പദാവലി. മോദി അദാനിയുമായി നിങ്ങൾക്ക് ബന്ധമെന്താണെന്ന് ആവർത്തന ചോദ്യവും പഴയൊരു കേസിന്റെ വ്യവഹാര വഴിയിൽ അൺഹോളി ഹേസ്റ്റും മറുപടിയില്ലാ ചോദ്യത്തിന് സഭയിൽ നിന്ന് പുറത്തേക്ക് അടിച്ചുകൊടുത്തൊരു മുട്ടുവിറച്ച തിട്ടൂരത്തിനും സാക്ഷിയാണ് രാജ്യം. അതിന്റെ മനസാക്ഷിക്ക് നേറിയ കെട്ടകാലത്ത് കൂട്ടബലാത്സംഗമടക്കം നിസ്സഹായ മനുഷ്യന്റെ ചോരയും കണ്ണീരും വീണ മണിപ്പൂരിൽ പോയ ഉറപ്പോടെ നിന്ന് രാഷ്ട്രീയ സ്ഥൈര്യത്തിന്റെ തുടർച്ചയിൽ പപ്പു എന്ന് വിളിച്ചവർ ദുഷ്ടലാക്കാണെങ്കിലും അടിച്ചിറക്കി സമീകരിക്കുന്നുണ്ട്. രാമനോട് തേർത്തട്ടിൽ കരുത്തോടെ നിൽക്കുന്ന 10 തലയുള്ള രാവണ ചിത്രം. അങ്ങനെ BJPക്ക് പോലും വഴിയില്ലാതെ വിഴുങ്ങേണ്ടി വന്നൊരു പരിഹാസ പദാവലി ഓർമ്മിപ്പിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു പ്രതിപക്ഷം. ഒരു ജീവൻ മരണ ദശാസന്ധി രാഷ്ട്രീയ കാലത്ത് ആ ഓർമ്മപ്പെടുത്തൽ ഷായുടെ പപ്പുവാണെങ്കിലും അല്ലെങ്കിലും അരാഷ്ട്രീയ വിളിയാണ്. AK ബാലൻ പറയും മട്ടിൽ ചിഹ്ന സംരക്ഷണ പോരാട്ടമാണെങ്കിലും സംഘവിരുദ്ധ പോരാട്ടമാണെങ്കിലും രാഹുലിന്റെ ഏതാരോപണത്തിനും മറുപടിയായി കേരളത്തിലെ CPMന്റെ താരപ്രചാരകൻ യുദ്ധകാലത്ത് ക്യാമ്പിന് ആയുധം കൊടുക്കുന്ന മോദി പ്രചാരകനാകുന്നത് കരുത്തോടെ നിൽക്കുന്ന ഒരു സഖ്യത്തെ ദുർബലപ്പെടുത്തലാണ്, ബാക്ക് സ്റ്റാബിംഗ് ആണ്, സംഘരാഷ്ട്രീയത്തിന് ഒറ്റുകൊടുക്കലാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN അസ്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ നിജേഷ്, മോദിക്ക് മഹാരാഷ്ട്രയിൽ എടുത്തു പ്രയോഗിക്കാൻ പിണറായി പറഞ്ഞ വാക്കുകൾക്ക് കാരണമായ പോരിന് തുടക്കമിട്ടവർ നിങ്ങളാണ്. ഇന്ത്യ സഖ്യത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞ അത് പരസ്യമായി ഇറക്കിയ സഖ്യത്തിലെ കരുത്തരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളുടെ വായിൽ കോലിട്ട് കുത്തി പറയിച്ചതാണ്, നിങ്ങൾ കൂടി കൊടുത്തതാണ് നിജേഷ് അരവിന്ദ് മോദിക്ക് മഹാരാഷ്ട്രയിൽ ആയുധം എന്നാണ് ഞങ്ങൾ പിണറായി വിജയൻ്റെ വായിലേക്ക് കോലിട്ടത്. രാഹുൽ ഗാന്ധി നേരത്തെ ഹാഷ്മി പറഞ്ഞ ഭാരത് ജോഡോ യാത്ര നടത്തി കേരളത്തിലെത്തി. ആ കേരളത്തിലെത്തിയ സമയത്ത് ആദ്യമായി ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെയുള്ള വിമർശനം ഉന്നയിച്ചത് പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് കേരളത്തിലേക്ക് ഈ യാത്ര വരുന്നത്? അസഹിഷ്ണുതയുടെ സ്വരമായിരുന്നു പിണറായി വിജയനുള്ളത്. അത് ഏറ്റുപിടിച്ചു. തീർന്നില്ല, അത് മലപ്പുറത്തെത്തുമ്പോഴേക്കും DYFIയുടെ ബോർഡ് വന്നു. പൊറാട്ടയല്ല പോരാട്ടമാണ് വേണ്ടത്, മന്തിയാണ് പെരിന്തൽമണ്ണക്കാർക്ക് ഇഷ്ടം, ബിരിയാണിയാണ് നല്ലത്. അങ്ങനെ ആ ജാഥയെ ആക്ഷേപിച്ച് അപഹസിച്ച് നേരത്തെ പറഞ്ഞ പപ്പു പലവട്ടം സൈബർ സഖാക്കൾ ആവർത്തിച്ച് പറഞ്ഞു. അതും കഴിഞ്ഞ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഇന്ത്യ സഖ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാസം മുമ്പ്, കൃത്യം ഒരു മാസമായിട്ടില്ല, കോഴിക്കോട് കടപ്പുറത്ത് LDFന്റെ സമ്മേളനം, പൗരത്വ നിയമ വിരുദ്ധ സമ്മേളനം. ആ ഒരുപക്ഷെ ഹാഷ്മിയുടെ ചാനലിൽ അതുണ്ടാവും. 40 മിനിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ ഒരു വാക്ക് പോലും അതൊക്കെ കഴിഞ്ഞാണ്. ഇപ്പോഴും നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ എക്സാനിൽ നോക്കിയാൽ കാണാം. സാർ, അതൊക്കെ കഴിഞ്ഞാണ്. രാഹുൽ ഗാന്ധിയുടെ എക്സാനിൽ നോക്കിയാൽ കാണാം കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തരായ മുഖ്യമന്ത്രിമാരെന്നൊരു പരസ്യം ഇന്ത്യ സഖ്യം ഇറക്കി. അത് രാഹുലിന്റെ എക്സാനിൽ ഇപ്പോഴും നോക്കിയാൽ കാണാം. അതിലൊരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇലക്ഷന്റെ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ 1ാം ഘട്ടം നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾ
നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേതാവിനെ എന്തുകൊണ്ട് ഇവിടെ ജയിലിലിടുന്നില്ല എന്ന് പറയുന്നത് വായിൽ കോലിട്ട് കുത്തലല്ലേ നിജേഷേ? അല്ല ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് കടപ്പുറത്ത് 3 ആഴ്ച മുമ്പ് പിണറായി വിജയൻ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരല്ല, അമിത്ഷാക്കെതിരല്ല, RSSനെതിരല്ല, രാഹുൽ ഗാന്ധിക്കെതിരാണ്, കോൺഗ്രസിനെതിരാണ്. കോൺഗ്രസ് അത് ഡിഫെൻഡ് ചെയ്യണ്ടേ? അതേ പൊതുസമ്മേളനത്തിൽ അതേ കടപ്പുറത്ത് രാഹുൽ ഗാന്ധി സമ്മേളനം നടത്തുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക? എന്ത് രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുക? ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഒരേ സ്വരം, ഒരേ സ്വഭാവമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് എങ്കിൽ, ഇന്ത്യ മുന്നണി ഒരു പൊതു പ്രകടന പത്രിക ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എങ്കിൽ അതിനിടയിൽ കോലിട്ട് ഇളക്കിയത് പിണറായി വിജയനല്ലേ? അദ്ദേഹം എന്തിന് രാഹുൽ ഗാന്ധി? പിണറായി വിജയൻ അല്ല സാർ, പിണറായി ഇവിടെ നിജേഷ് ഇവിടെ കേരളത്തിൽ ഇന്ത്യ സഖ്യമില്ല. പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലാണ്. സ്വാഭാവികമായും LDF-ഉം UDF-ഉം അല്ലെങ്കിൽ BJP-യോ സിനോറിയോയിൽ വരാത്ത രീതിയിൽ LDF-ഉം UDF-നും രാഷ്ട്രീയം ഏറ്റുമുട്ടേണ്ടി വരും. ആ ഏറ്റുമുട്ടൽ ഇക്കാര്യമൊക്കെ പറയേണ്ടി വരും. അത് പറയേണ്ടത് ആരാണ്? അത് പറയേണ്ടത് സംസ്ഥാന നേതാക്കളാണ്. സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ടല്ലോ. ഇന്ന് VD സതീശൻ പറഞ്ഞൊരു വാക്കൊന്ന് പ്ലേ ആവോ? 2022 പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം BJP-യെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും അവിടെ നടത്തിയ പ്രസംഗത്തിൽ മോഡിയെ വിമർശിക്കാത്ത, BJP-യെ വിമർശിക്കാത്ത ഏക CPM നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJP-യെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്നു. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. നിജേഷ്, ഇതിനു മുമ്പും പ്രതിപക്ഷത പറയും, അതിന് പിണറായി വിജയൻ മറുപടി പറയും. അത് അവർ പറയട്ടെന്നേ. ഇത് ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യത്തിന് ഒരു സഖ്യം ഉണ്ടാക്കുകയും അതിന് നേതൃത്വം നൽകുകയും അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന നേതാവ് എന്ന് പറയുകയും ആ നേതാവ് വന്ന് അതേ സഖ്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ എന്തുകൊണ്ട് ഇവിടെ ജയിലിടുന്നില്ല എന്ന് ചോദിക്കൽ വായിൽ കോലിട്ട് കുത്തലല്ലേ നിജേഷേ? അല്ല, തിരിച്ച് ഹാഷ്മിയോട് ചോദിക്കട്ടെ, എന്താ പിണറായി വിജയന്റെ പൊസിഷൻ പാർട്ടിക്കകത്ത്? എന്താ ജില്ലാ കമ്മിറ്റി അംഗമാണോ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണോ? സംസ്ഥാന സെക്രട്ടറി ആണോ? അല്ല, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഉന്നത അധികാര സമിതിയാണ് പോളിറ്റ് ബ്യൂറോ. ആ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കോൺഗ്രസിന്റെ നേതാവിനെതിരെ പറയുന്ന സമയത്ത്, സ്വാഭാവികമായും പേരെടുത്ത് പറയുന്ന സമയത്ത്, പേരെടുത്ത് വിമർശിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ പറ്റി പറയാത്ത സമയത്ത് തിരിച്ചു പറയാനുള്ള ധാർമ്മികത രാഹുൽ ഗാന്ധിക്കുണ്ട്. അതേ സ്ഥലത്ത് അതേ വേദിയിൽ തിരിച്ചു പറഞ്ഞു. അതെ, നമ്മൾ അതിനോട് മാത്രം എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇനി തിരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ നയങ്ങളോട് എതിരഭിപ്രായം ഉണ്ടാവാം പിണറായി വിജയന്. അത് കൊടുവള്ളി അങ്ങാടിയിൽ ആയിരക്കണക്കിന് ആൾ കൂടുമ്പോൾ പപ്പു എന്ന് വിളിക്കുമെന്നും മുത്തശ്ശിയെ വിളിക്കലാണോ? അതാണോ രാഷ്ട്രീയ സംസ്കാരം? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് പ്രതീക്ഷിക്കുന്നതാണോ? പപ്പു എന്ന് ആരാ വിളിക്കാറ്? നരേന്ദ്രമോദി. അല്ലെങ്കിൽ ആരാ വിളിക്കാറ്? അമിത്ഷാ. ഇന്ദിരാഗാന്ധിയെ, നെഹ്റുവിനെ, ആ കുടുംബത്തിനെ എല്ലാ യോഗത്തിലും വെച്ച് അപമാനിക്കലാരാ, അപഹസിക്കലാരാ? അത് നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ. അതേ വാക്ക് കേരളത്തിന് മുഖ്യമന്ത്രി കടമെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? എന്തിന് മുത്തശ്ശി എന്ന വാക്ക് ഉപയോഗിച്ചു? എന്തിന് പപ്പു എന്ന വാക്ക് ഉപയോഗിച്ചു? രാഹുൽ ഗാന്ധി എടുത്ത നിലപാടുകളെ പറ്റി പറയാമായിരുന്നു. രാഹുൽ എടുത്ത നിലപാടിനെ പറ്റി പറയാമായിരുന്നു. മറിച്ച് സംഘപരിവാർ പറയുന്ന അതേ ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പ്രധാനമന്ത്രിയെ യാത്രയക്കാൻ പോകുന്നു, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നു, വീടിന്റെ പിറകിൽ ഗോശാല ഉണ്ടാക്കുന്നു, പാത്രം മുട്ടാൻ പറഞ്ഞപ്പോൾ പാത്രം മുട്ടുന്നു, ലൈറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ വീട്ടിലെ ലൈറ്റ് കത്തിച്ചു വെക്കുന്നു. ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്. വെറുതെ അല്ലല്ലോ ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെക്കുന്നത്. 2019 FIR ഇട്ട വീണ വിജയനെതിരെയുള്ള കേസ് ഹാഷ്മിയും ഞാനും പറയുന്നത് 2024 എന്തേ ആ കേസ് കഴിഞ്ഞു പോകുന്നു? നമ്മളൊക്കെ ചർച്ച ചെയ്തു. ആ സഖ്യത്തിൽ അങ്ങനെയാണെങ്കിൽ ആ സഖ്യത്തിൽ CPM-നെ കൂട്ടുന്നത് എങ്ങനെയാണ്? എന്തിനാണ് സീതാറാം യെച്ചൂരിയുമായി? ഇപ്പോ പിണറായി വിജയൻ എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഒരു ബോഡിയിലെ അംഗമല്ലേ? ആ പാർട്ടിയിലെ കേരളത്തിലെ ആ പാർട്ടിയുടെ ദേശീയ നേതാവല്ലേ? ആ ദേശീയ നേതാവിനെ പറ്റി നിങ്ങൾക്ക് ഇത്തരത്തിൽ സംശയമുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുന്നത്? ആ സംയമനമാണ് ഞങ്ങൾ പാലിച്ചിട്ടുള്ളത്, ഇക്കാലം വരെ പാലിച്ചിട്ടുള്ളത്, അവസാനം വരെ പാലിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം പോണ്ടിച്ചേരിയിൽ മത്സരിക്കുന്നു, വൈദ്യരംഗവും നമശിവായും തമ്മിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായി CPM-ന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തിടത്ത് തൊട്ടപ്പുറത്ത് ഡിണ്ടിഗലിലും കോയമ്പത്തൂരിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നിടത്ത് ആ സഖ്യം
പുതുശ്ശേരിയിൽ CPM സ്വാഭാവികമായി കോൺഗ്രസിന് വോട്ട് ചെയ്യണം. പക്ഷേ മാഹിയിലേക്ക് വരുമ്പോൾ, കണ്ണൂരിനെയും കോഴിക്കോട്ടിനെയും ഇടയ്ക്ക് മാഹിയിലേക്ക് വരുമ്പോൾ CPM പിന്തുണയ്ക്കുന്നത് പ്രഭുദേവ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയ പൊള്ളത്തരത്തിന്റെ പ്രശ്നമാണ് നിജേഷ്. നിങ്ങളുടെ രാഷ്ട്രീയ പൊള്ളത്തരത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഈ രാഷ്ട്രീയം പറയാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ രാഷ്ട്രീയം പറയാം, എന്തൊക്കെ ഇനിയിപ്പോട്ടെ. ഇനി ഇവിടെ ഇടതും വലതുമാണ്, അതിന് നറേറ്റീവുകൾക്ക് എന്താ ഇവിടുത്തെ കേരള നേതാക്കളുടെ സമ്മതത്തിന് വഴങ്ങി രാഹുലിന് പറയണമെങ്കിൽ എന്തൊക്കെ പറയാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു എന്താണ് ഒരു റെഡ്ഡി എന്ന് പറയുന്ന BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 59 കോടി കൊടുത്ത ഒരു മാപ്പുസാക്ഷിയുടെ വാക്ക് മാത്രം കേട്ട് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്. ആ മുഖ്യമന്ത്രി എന്താണ് പ്രമേഹം കൂട്ടാൻ വേണ്ടി മാങ്ങ കൂടുതൽ കഴിക്കുന്നു എന്നൊക്കെ വികലവാദങ്ങൾ ED കോടതിയിൽ ഉന്നയിക്കുന്ന സമയമാണ്. അതിനെതിരെ രാഷ്ട്രീയമായി പോരാട്ടം നടത്തുന്ന നിങ്ങൾ, ആ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിടാത്ത എന്താ എന്നാണ് ചോദിക്കണ്ടേ? വേറെ എന്തൊക്കെ പറയാം രാഷ്ട്രീയമായി? ജയിലിടാത്തതല്ല, എന്തുകൊണ്ട് വന്നില്ല? ഞങ്ങൾക്ക് സംശയമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി യാത്രയക്കാൻ പോയി? ഞങ്ങളുടെ സംശയമാണ്. പ്രസംഗത്തിൽ ഒരിടത്ത് എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്ന് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് അമിത്ഷാ എന്ന് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് BJP എന്ന് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് RSS എന്ന് മിണ്ടുന്നില്ല? അവിടെ പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണോ? ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനമല്ലേ, കഴിഞ്ഞതല്ലല്ലോ. ഇവിടെ കേരളത്തിൽ BJP ഒരൊറ്റ സീറ്റിലും വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ കേരളത്തിൽ BJP ഒരൊറ്റ സീറ്റിൽ വിജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഒരൊറ്റ സീറ്റിൽ 2ാം സ്ഥാനത്ത് പോലും എത്തില്ല. എല്ലാ സീറ്റിലും അവർ 3ാം സ്ഥാനത്താണെന്ന് പറഞ്ഞ ആരാണ്? കോൺഗ്രസ് അല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. എക്സാക്ട്ലി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ്. മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ശ്രീ K മുരളീധരനെ മത്സരിക്കാൻ വേണ്ടി അയച്ചത്. എന്താ സംശയമുള്ളത്? അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. അത് ശരിയല്ല. അത് പറയാൻ പാടില്ല. കോൺഗ്രസിനെതിരെ വിമർശനം ഉണ്ടെങ്കിൽ അതിന് സുധാകരൻ മറുപടി പറയട്ടെ, അതിന് സുധാകരൻ മറുപടി പറയട്ടെ, അതിന് സതീശൻ മറുപടി പറയട്ടെ, അതിന് നിജേഷ് അരവിന്ദ് മറുപടി പറയട്ടെ. അതിന് മറുപടി പറയാൻ ഇവിടെ ആൾക്കാരില്ലാത്തതാണോ സാർ? അതിന് മറുപടി പറയാൻ ഇവിടെ ആൾക്കാരില്ലാത്തതാണോ? ഇവിടെ നരേന്ദ്രമോദിക്ക് നിൽക്കും എന്ന് പറയുന്ന ഇപ്പൊ അതിന്റെ പരിണിത ഫലം എന്താണ്? നിജേഷ് മഹാരാഷ്ട്രയിൽ പോയി ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴേ ശൈഥില്യമാണ്, ഇവരെ ജയിപ്പിച്ചു വിട്ടാൽ എന്താവെന്ന് പറയേണ്ടി വരുമോ എന്നൊരു നറേറ്റീവ് രാജ്യവ്യാപകം ബാക്കി എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ആയുധം കൈ കൊടുത്തില്ലേ നിങ്ങളുടെ ഇവിടുത്തെ 20 സീറ്റിന്റെ തർക്ക തുടർച്ചയിൽ? എന്നതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. അല്ല ആഷ്മി, എന്നതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണോ അതോ ആ വാക്ക് പറഞ്ഞ കൂടുതൽ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. മുഖ്യമന്ത്രിക്ക് എന്തും പറയാം. കൂടുതൽ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. മുഖ്യമന്ത്രിക്ക് എന്തും പറയാമെന്ന കൂടുതൽ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. ഇവിടെ കേരളത്തിനപ്പുറം CPMന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, കോൺഗ്രസ് സമം CPM സർ, കോൺഗ്രസ് സമം CPM എന്നാണ് നിജേഷ് പറഞ്ഞത്. ഞാൻ എന്റെ വാദം വിട്ടു. ഇവിടെ തമിഴകത്ത് അവിടെ BJP കോൺഗ്രസ് ശക്തമായ പോരാട്ടമാണ്, രാജസ്ഥാനിൽ പോരാട്ടമാണ്, മഹാരാഷ്ട്രയിൽ പോരാട്ടമാണ്, മധ്യപ്രദേശിൽ പോരാട്ടമാണ്. കൂടുതൽ ആയുധം കൊടുക്കാതിരിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് നിജേഷ്, CPMനല്ല. അല്ല, ആ പോരാട്ടമുള്ള ആയുധം കൊടുക്കൽ അതെന്താ ഹാഷ്മി അങ്ങനെ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ തുടങ്ങി നിങ്ങൾ പറഞ്ഞ നെറേറ്റീവ് ഉണ്ടാക്കൽ എന്തിന് ഇവിടെ വന്ന് മത്സരിച്ചു? ആരാവർത്തിച്ചു പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും ആശയപരമായി എന്തിനാണ് രാഹുൽ ഗാന്ധി ചുരം കടന്ന് വയനാട്ടിലേക്ക് വന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസിന്? കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യമല്ലേ ഹാഷ്മി? അത് പറയുന്നത് അങ്ങനെ പറയല്ലേ? നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഒക്കെ ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഒക്കെ ശരി. ഇവിടെ ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യം എന്താണ് അൺഒഫീഷ്യലി ആണെങ്കിൽ കൂടി രൂപം നൽകുകയും ഈ പറഞ്ഞ സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെ സംസാരിക്കുകയും ഈ പറഞ്ഞ സഖ്യം ഒരു പ്രതീക്ഷാ നിർഭരമായ അന്തരീക്ഷത്തിലെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഒരു സുരക്ഷിത സീറ്റാണ് ലക്ഷ്യമെങ്കിൽ തെലങ്കാനയിലില്ലേ? അതെന്താ? അത് കർണാടകയിലില്ലേ? BJPയുമായി നേർക്കുനേർ മത്സരിക്കുന്ന എത്ര സ്ഥലങ്ങളിലുണ്ട്? അവിടെ ഒന്നും മത്സരിക്കാതെ BJP പൊടി പോലുമില്ല ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാണ്? അതിന് ആശയപരമായ ഉത്തരം പറയണം. ഉണ്ടോ? അതല്ല, അത് ഞങ്ങളുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ രീതിയിലേക്ക് ചർച്ചയെ ചുരുക്കി കൊണ്ടുപോകണോ? കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നല്ലോ, മത്സരിച്ചല്ലോ, 4,30,000 വോട്ടിൽ ജയിച്ചല്ലോ. അതേ രാഹുൽ ഗാന്ധിയെ ലോക്സഭയ്ക്ക് പുറത്താക്കി. ആരെ പുറത്താക്കിയത്? BJP. അന്ന് ഇന്ത്യ സഖ്യം ഉണ്ടോ? ആരെ പുറത്താക്കിയത്? BJP. സഖ്യമുണ്ടോ? അതുകൊണ്ട് അന്നിങ്ങനെ ഒരു സഖ്യം ഉണ്ടോ? വാളയാറിനപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? ഒരുമിച്ച് നിൽക്കാതെ, കാരണം അന്ന് തമിഴ്നാട്ടിലെ 2 സീറ്റ് ആരാ മത്സരിച്ചത്?
തമിഴ്നാട്ടിൽ 2 സീറ്റിലും കോൺഗ്രസ് സഖ്യമല്ലേ? അവിടുത്തെ പോസ്റ്ററിന്റെ അകത്ത് രാഹുൽ ഗാന്ധിയുടെ ചിത്രമല്ലേ ഉള്ളത്? എന്നാ മാറിയത്? ജോഡോ യാത്ര നമ്മുടെ അതിർത്തി കടന്നപ്പോൾ ഞാൻ പോയതാ കർണാടകയിൽ, SFIക്കാർ സിന്ദാബാദ് വിളിച്ചില്ലേ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട്? ആന്ധ്രയിൽ വന്ന SFI DYFIയും അഭിവാദ്യം അർപ്പിച്ചില്ലേ? അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടായതല്ലേ? കേരളത്തിൽ മാത്രം പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ആത്മനിയന്ത്രണം വേണ്ടത് CPM-നായിരുന്നു, പിണറായി വിജയനായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ആശയപരമായി പേരിട്ടാൽ, മറിച്ച് നരേന്ദ്രമോദി പറയുന്നത്, BJP പറയുന്നത്, സംഘപരിവാർ പറയുന്നത് ആവർത്തിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണോ പ്രശ്നം, അതോ രാഹുൽ ഗാന്ധി പറഞ്ഞതാണോ പ്രശ്നം? ഞാൻ അങ്ങനെയൊക്കെ എത്താം. പറയാൻ പാടുണ്ടോ? സംഘപരിവാറിന്റെ ഭാഷ കടമെടുക്കാൻ പാടുണ്ടോ? ശരി, അഡ്വക്കേറ്റ് BN അസ്കർ, ഇന്നിവിടെ EP ജയരാജൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി നാഷണൽ ഹെറാൾഡ് കേസ് എന്തുകൊണ്ട് അകത്ത് പോയില്ല എന്ന് സ്വയം ചോദിക്കണം എന്ന് പറഞ്ഞാൽ BJPയുടെ നറേറ്റീവിനെ ശരിവെക്കാണ് അവിടെ EP ജയരാജൻ. പോട്ടെ, അതുവരെ ഓക്കെയാണ്. അതുവരെ ഓക്കെയാണെന്ന് ചോദിച്ചാൽ അതുവരെ രാഷ്ട്രീയമായെങ്കിലും ഓക്കെയാണ്. എന്താണ് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന അർത്ഥത്തിൽ. ഇവിടെ പണ്ട് BJP രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉദയകാലത്ത് BJP അപ്രസക്തനാണെന്നും ഇപ്പോഴും പരിഹാസത്തിന് കുറവൊന്നുമില്ല. ഇന്ന് മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി പേര് പറയില്ലോ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഷെഹസാദ എന്നൊക്കെയാണ് വിളിക്കുക. ആ ഷെഹസാദ അവിടെ നോക്കൂ, ഇന്ത്യ സഖ്യം അടിയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ഞാൻ പോലും പറയുന്നതിനേക്കാൾ ഭീകരമായി രാഹുൽ ഗാന്ധിയെ പറയുകയാണ് എന്നൊരായുധം ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് BJPക്ക് കൊടുക്കാൻ പാടുണ്ടായിരുന്നോ? മോദി പ്രചാരകനാകാൻ പാടുണ്ടായിരുന്നോ ശ്രീ അസ്കർ? അശ്മി, ഇതിൽ കാണേണ്ടത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു നിലപാടില്ല എന്നുള്ളത് തന്നെയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ലാത്തത് കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ ചില അസംബന്ധങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നത്. പ്രതിപക്ഷ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കൊണ്ട് ഒരു സംസ്ഥാനമാകമാനം പിടിച്ചെടുത്ത ഒരു പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് ജയിലിലിട്ടിരിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളിനെ. സ്വാഭാവികമായും അവിടെ ദേശീയ ഏജൻസികൾ നടത്തുന്ന കള്ളക്കളികളെക്കുറിച്ച് വ്യാപകമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഇന്ത്യ മുന്നണി, ആ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നത നേതാവിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, ജയിലിലിടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതാക്കന്മാർക്കില്ലേ? അതിന് പൊളിറ്റിക്കൽ മറുപടി പറയണ്ടേ? പണ്ട് നിങ്ങൾക്കുള്ള വിളിപ്പേര് ഇപ്പോഴും നിങ്ങൾക്കുണ്ട് എന്ന് പറയലാണോ രാഷ്ട്രീയം? പണ്ട് നിങ്ങൾക്കൊരു വിളിപ്പേരുണ്ടല്ലോ, അതിപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയലാണോ രാഷ്ട്രീയം? അത് BJP സൈബർ ഹാൻഡിലുകൾ അടിച്ചിറക്കി ഉണ്ടാക്കി വളരെ പ്രചണ്ഡമായി പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധിയെ നിഷ്പ്രഭനാക്കാൻ നടത്തിയ ഒരു വാചകം എടുത്തുന്നയിക്കലാണോ രാഷ്ട്രീയം? അത് മോദി പറയുകയാണെന്നും മഹാരാഷ്ട്രയിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉദ്ധരിച്ചുകൊണ്ട്. 2014 കാലത്തിൽ BJPയും മോദിയും അമിത്ഷായും ഒക്കെ പ്രചരിപ്പിച്ച ഒരു വാക്ക് തന്നെയാണ് പപ്പു എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിനോടൊപ്പം നിൽക്കുന്ന ആ ഏതു സാഹചര്യത്തിലും ഒരു അപക്വമായ പെരുമാറ്റം ആ നേതാവിൽ നിന്ന് വന്നാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഔന്നിത്യം ഉണ്ടായിട്ടില്ല എന്ന് വിമർശിച്ചാൽ പഴയ വിളിപ്പേര് എന്ന് പറഞ്ഞുപോയാൽ ഇതൊക്കെ പറഞ്ഞാൽ ഉടനെ അമിത്ഷാ പറഞ്ഞതിനെ ആശ്രയിക്കുകയാണോ? അങ്ങനല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പ്രശ്നം രാഷ്ട്രീയമായി പ്രശ്നം ഉണ്ടായാൽ ഉടനെ അമിത്ഷാ പറഞ്ഞതിനെ ഞാൻ കടമെടുക്കുകയാണോ? ഇടതുപക്ഷത്തിന്റെ സമുന്നതനായ മുഖ്യമന്ത്രി സാർ, ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നുമില്ലേ? അമിത്ഷാ അല്ല, ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം, ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം, ഞങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നിലപാടുകളും ആ നിലപാടുകൾ ദൃഢമുട്ടതായതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയേണ്ടി വന്നത്. ഞങ്ങളെ കൊണ്ട് പറയിച്ചതല്ലേ, വടി കൊടുത്ത് അടി വാങ്ങിയതല്ലേ? അപ്പോ അത് എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയെ പറയാൻ പാടില്ലാത്ത വടി കൊടുത്ത് ആർക്ക് അടി വാങ്ങിക്കൊടുത്തു എന്നാണ് പിണറായി? വടി കൊടുത്ത് ആർക്കാണ് അടി വാങ്ങിക്കൊടുത്തത്? വടി കൊടുത്ത് അടി വാങ്ങിക്കൊടുത്തത് ഈ ഒന്നാം ഘട്ടത്തിൽ തമിഴ്നാട്ടിലടക്കം പല സർവേകളും പറയുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്, അവിടെ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടെന്നാണ്. അങ്ങനെ മുന്നേറി നിൽക്കുന്ന ഹിന്ദുത്വ ബ്രിഗേഡിന് എതിർ നിൽക്കുന്ന എതിർ ശക്തികൾക്ക് നല്ല ഒന്നാം തരം വടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നല്ല വെട്ടിക്കൊടുത്തത് ആ സഖ്യത്തെ അടിക്കാൻ. എന്നിട്ട് ആ സഖ്യത്തിലുണ്ടെന്ന് പേരും. അങ്ങനല്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആകമാനം മതേതരത്വം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് മോദിയും BJPയും ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള കരുത്ത് ഇന്ത്യ മുന്നണിക്കുണ്ട്. ആ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും പുറത്തു നിൽക്കുന്ന CPIM-നെ അടക്കം സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്, കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിക്കുണ്ട്. അപ്പോൾ ദേശീയ ഏജൻസികൾ നടത്തുന്ന വേട്ടയ്ക്കെതിരെ ഒരു വാക്ക് പറയാതെ ആ വേട്ടയ്ക്ക് അനുകൂലമായ ഒരു പ്രസംഗം നടത്തി അദ്ദേഹം കയ്യടി വാങ്ങാൻ ശ്രമിച്ചിടത്ത് ആണ് അദ്ദേഹം അപക്വമായി പെരുമാറി എന്നുള്ളത്. ആ അപക്വമായ പെരുമാറ്റത്തെയാണ്
അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. ആ വിമർശനം എന്നുള്ളതാണ് അദ്ദേഹത്തെ പഴയ ഇത് ആദ്യമായാണ് അന്ന് പൗരത്വ സമരകാലത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്നൊരു പ്രസ്താവന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി. ലോക്സഭയിൽ മോദി അത് ആയുധമാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തെ തീവ്രവാദ കോട്ട എന്ന് പറയുന്ന കള്ള പ്രൊപ്പഗണ്ടയ്ക്ക് തുല്യം ചേർത്ത് കൊടുത്തതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർമ്മയുണ്ടോ? ആയുധം കൊടുക്കൽ ആദ്യമല്ല അഡ്വക്കേറ്റ് BN അസ്കർ. ഹാഷ്മി, ഈ ഇന്ത്യയിൽ പൗരത്വ നിയമത്തിനെതിരെ അന്നും ഇന്നും ഒരേ നിലപാടെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് CPM. കോൺഗ്രസിന്റെ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ഒരക്ഷര നിലപാടില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിശ്ചയിക്കരുത് എന്ന നിലപാടെടുക്കുകയും കഴിഞ്ഞ കാലഘട്ടം രണ്ടാമത് ആ റൂൾസ് വന്ന് രാജ്യത്ത് നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്ത് ആകമാനം സമരം നടത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ട് സംയുക്തമായി സമരം നടത്താൻ പോലും കോൺഗ്രസും കേരളത്തിലെ UDF-ഉം തയ്യാറായിട്ടില്ലെന്നേ. പൗരത്വത്തിന് ഭേദഗതി നിയമത്തിൽ അവർക്കൊരു നിലപാടില്ല. ആ നിലപാടുണ്ടായിരുന്നുവെങ്കിൽ മാനിഫെസ്റ്റോയിൽ അവരാദ്യം എഴുതി വെക്കേണ്ടിയിരുന്നത് രാജ്യം 2014 ശേഷം കൊണ്ടുവന്ന ഏറ്റവും കിരാതമായ നിയമം, ആ നിയമത്തെ വിമർശിച്ചുകൊണ്ടായിരിക്കണം. അതിൽ ഇടതുപക്ഷം ഇന്നും ആ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നിലപാട് വളരെ ശക്തമായി പറയുന്നു. കോൺഗ്രസ് ഇപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് കേരളത്തിൽ മാത്രം ആ മൃദു ഹിന്ദുത്വ സമീപനം ഒഴിവാക്കി നിന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, വയനാട്ടിലടക്കമുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ലീഗിന്റെ കൊടിയടക്കം പിടിക്കാനുള്ള ധൈര്യം കാണിക്കാൻ, ഫാസിസത്തെ എതിർക്കുന്നുള്ള ധൈര്യം കോൺഗ്രസിനില്ലെന്നേ. ആ കോൺഗ്രസിന് ആ ധൈര്യമില്ലായ്മയാണ് കേരളത്തിലെ എന്ത് ധൈര്യമില്ലെന്ന് പറഞ്ഞാലും കേരളത്തിന് പുറത്ത് നരേന്ദ്രമോദിക്കും BJPക്കും അവരുടെ നറേറ്റീവിനും വെല്ലുവിളി ഉയർത്താൻ CPM-ന്റെ ശക്തി എന്താണ്? കോൺഗ്രസ് ഇല്ലാതെ ഈ പറയുന്ന കോൺഗ്രസിൽ തമിഴ്നാട്ടിലടക്കം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം ഇപ്പോഴും BJPയോട് നേർക്കുനേർ പോരാടുന്ന കോൺഗ്രസ് ഇല്ലാതെ CPM എന്ത് ചെയ്യുമെന്നാണ്? സർ, പ്രത്യയശാസ്ത്രം കൊണ്ട് സീറ്റെണ്ണം കുറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സീറ്റെണ്ണം വേണ്ടേ? മഹാരാഷ്ട്രയിലാണെങ്കിലും സീറ്റെണ്ണം വേണ്ടേ സർ? എത്ര സീറ്റ് CPM-ന് കിട്ടുമെന്നാണ് അവിടെ നരേന്ദ്രമോദി ചെറുക്കാൻ? ഞങ്ങളുടെ ശക്തി അല്ല, ഞങ്ങൾക്ക് പല സംസ്ഥാനങ്ങൾക്കും ശേഷിയില്ല. അതൊക്കെ തുറന്ന പുസ്തകം തന്നെയാണ്. ആ വിമർശനം ഞങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളിൽ വെള്ളം ചേർത്തിട്ടില്ല നാളിതുവരെ. അതിനിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ദൃഢമായ കരുത്ത്. ഞങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത്. നിങ്ങളുടെ മൃദു ഹിന്ദുത്വ സമീപനം ഉപേക്ഷിക്കൂ. നിങ്ങൾ പൗരത്വ നിയമത്തിൽ നിങ്ങളുടെ നിലപാടുകൾ ഉറച്ചു പറയൂ. അതിനു പകരം എവിടെയെങ്കിലും ഈ ജോഡോ യാത്രയുടെ അടക്കം ഘട്ടങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പൗരത്വ നിയമത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വാക്കു മിണ്ടിയിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും പൗരത്വ നിയമത്തെ കുറിച്ചൊന്നും പറയുന്നുണ്ടോ? ഏക സിവിൽ കോഡ് വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ആശങ്കയെങ്കിലും ജനങ്ങൾക്കിടയിൽ പങ്കുവെക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ചോദിക്കണം, അതൊക്കെ രാഷ്ട്രീയമാണ്. അതൊക്കെ ചോദിക്കണം, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ പണ്ട് ഷാ വിളിച്ച പേര് അത് വീണ്ടും ഷായെ ഓർമ്മിപ്പിക്കൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമാണ്. ശ്രീ അഡ്വക്കേറ്റ് അസ്കർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശിവരാജ് ഗോകുൽ, മഹാരാഷ്ട്രയിൽ അവിടെ നിങ്ങൾ ശിവസേനയെ പിളർത്തി ദുർബലമാക്കിയിട്ടും NCP അടർത്തി ദുർബലപ്പെടുത്തിയിട്ടും മുറിച്ചിട്ടാലും മുറി കൂടുമ്പോൾ ഇന്ത്യ സഖ്യം പെർഫോം ചെയ്യുകയാണെന്ന് പല NDAക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും പല എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിച്ചതാണ്. ആ സാഹചര്യത്തിൽ എതിർ സഖ്യത്തിനെതിരെ കിട്ടുന്ന ഒരു ആയുധം നിങ്ങൾക്ക് അനൽപമായ സന്തോഷം പകരുന്നതാണോ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഒന്ന് എക്സിറ്റ് പോൾ സർവേകളൊന്നും വന്നിട്ടില്ല. എക്സിറ്റ് പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സർവേ മാത്രമേ വന്നിട്ടുള്ളൂ. പ്രീ പോൾ സർവേ മാത്രമേ വന്നിട്ടുള്ളൂ. ഏത് സർവേ ആണെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ കണ്ടിട്ടുള്ള സർവേകളിൽ ഒന്നും തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യം നിലം തൊടുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ അറിവിൽ ഞാൻ കണ്ടതെല്ലാം ഇത് തന്നെയാണ്. കേട്ടില്ല. ലോക്പോൾ എന്നൊരു സർവേ ഞാൻ പറയുന്നത് നമുക്കറിയില്ല. അല്ല നിജേഷ്, ഇപ്പം 400-500 സീറ്റ് പ്രവചിച്ച സർവേകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അതൊക്കെ കുറച്ച് മുമ്പ് വന്ന സർവേകളാണ്. അങ്ങ് പറഞ്ഞു പൂർത്തി, അങ്ങ് വിഷയത്തിലേക്ക് വരും. അത് തർക്കിക്കണ്ട. അല്ല, 400-500 പറഞ്ഞില്ലെങ്കിലും 300-350 ഒക്കെ പറയുന്നുണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് അവർ ഈ സർവേ നടത്തി സീറ്റ് എണ്ണം കൂട്ടി 543 മുകളിലൊക്കെ സീറ്റ് കിട്ടും എന്നൊക്കെ വിചാരിക്കത്തക്ക സർവേകളുടെ ഒരു പ്രളയം ഒരു സമയത്തുണ്ടായിരുന്നു. അത് നിന്നു.
ഹാഷ്മി 543 ലോക്സഭാ സീറ്റിലായിട്ട് 650 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ട്. അതിന്റെ ട്രെയിലർ മാത്രമാണ് ഇപ്പൊ ഈ പറയുന്ന 2 ദിവസമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലും UP-യിലും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ തെരഞ്ഞെടുപ്പില് ഈ അവിടെ ഉള്ളവർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇപ്പൊ എന്ത് പ്രത്യേകിച്ച് സന്തോഷം കിട്ടാനാണ്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം കേരള മുഖ്യന്റെ കാര്യം പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ എടുത്തു പറയുന്നത്, കേരള CM എന്ന് എടുത്തു പറയുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് ഈ നടക്കുന്ന ചക്കളത്തി പോരിനെ കുറിച്ചിട്ട് ജനങ്ങളെ സംബന്ധിച്ച് അതാണ് പറഞ്ഞത്. കാരണം അല്ലാണ്ട് അവിടെ ആരെങ്കിലും അറിയണ്ടേന്ന് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം, ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്നോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നോ അവിടെ ആർക്കെങ്കിലും അറിയണ്ടേ? ഈ മുന്നണിക്കകത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ ആർക്കെങ്കിലും ഒക്കെ അറിയണ്ടേ? സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ പരാമർശം വന്നു പോകും എന്നുള്ളതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എന്താ അതിനകത്ത് കാര്യം ഇരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഹാഷ്മിയെ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹാഷ്മി തുടക്കം മുതൽ BJP ഹാൻഡിലുകൾ ഓക്കെ, BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചിട്ടുണ്ടാവും. എഡിറ്റോറിയൽ എഴുതിയത് ആരാന്നേ? പപ്പു. അല്ലല്ല, ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അമിത്ഷാ പറഞ്ഞതാണ്. ഏപ്രിൽ 1 നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതാണ് പപ്പുവിന്റെ പപ്പുവിന് എഴുതി കൊടുത്ത രാജ്യമല്ല എന്ന് അമിത്ഷാണ് പറഞ്ഞത്. അതിനുശേഷമാണ് സൈബർ ഹാൻഡിലുകൾ പിടിച്ചത്. അതിനുശേഷമാണ് മുഖമില്ലാത്ത മുഖമുള്ളതുമായ പറഞ്ഞത്. സച്ചിദാനന്ദനല്ലേ? അല്ല, അതിനു മുമ്പ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചത് VS അച്യുതാനന്ദൻ. അതിന് മുമ്പല്ല സർ, അതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണ്ടേ? അല്ല, അതിന് മുമ്പല്ല, അതിന് ശേഷം. 2009-ലോ 2010-ലോ മറ്റോ ആണ് രാഹുൽ ഗാന്ധിയെ കയറിയിട്ട് അമുൽ ബേബി എന്ന് വിളിക്കുന്നത്. രാഹുൽ ഗാന്ധി ആദ്യം 2010-ലോ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആരാധ്യം വിളിച്ചു എന്നുള്ളതാണോ പ്രശ്നം? അമുൽ ബേബി BJP ആരും വിളിച്ചിട്ടില്ലല്ലോ. BJP-ക്കാരെങ്കിലും അമുൽ ബേബി എന്ന് വിളിച്ചോ? അമിത്ഷാ വിളിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുക്കുന്ന ആരാണ്? സാക്ഷാൽ VS അച്യുതാനന്ദനാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുക്കുന്നത്, അമുൽ ബേബി എന്ന്. ദേശാഭിമാനി പോലെ CPM-ന്റെ ഒരു മുഖപത്രമാണ് പപ്പു സ്ട്രൈക്ക് എന്നും പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും താങ്കൾ എന്താ പറയാത്തത്? താങ്കൾക്ക് BJP-ക്കെതിരെ മാത്രമേ പറയാൻ അറിയുള്ളൂ, ഇവർക്കെതിരെ ഒന്നും പറയാൻ അറിയില്ലേ? പിന്നെ ശ്രീ ഹസ്കർ പറയുന്നുണ്ട് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് മാറ്റമില്ല എന്നൊക്കെ. നിങ്ങൾ ഏത് നിലപാടാണ് മാറാതിരുന്നിട്ടുള്ളതെന്നൊന്ന് പറയാമോ? സ്വാശ്രയ കോളേജ് വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്നൊന്ന് പറയാമോ? CAA വിഷയത്തിൽ 2002 പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിലപാടെന്ന് പറയാമോ? 2012 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പ്രകാശ് കാരാട്ട് കത്തെഴുതുമ്പോൾ ആ വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാടെന്ന് പറയാമോ? നിങ്ങൾക്ക് എന്ത് വിഷയത്തിലാണ് നിലപാടുണ്ടായിരുന്നത്? CPM-ന് നിലപാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് സാധനമാണെന്ന് CPM-ന് അറിയാമോ? എല്ലാ കാലഘട്ടത്തിലും ഒരേ വിഷയത്തിൽ 4 നിലപാട് 4 കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി ദയവ് ഇത് നിലപാടെന്നൊന്നും പറയരുത്. മുത്തലാഖ് വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് ഇതിനു മുമ്പ്? ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറയാമോ? UCC വിഷയത്തിൽ 1980-കളിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇപ്പൊ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറയാമോ? അതുകൊണ്ട് CPM വെറുതെ നിലപാടെന്നൊന്നും പറയരുതേ ഹസ്കറെ. CPM-ന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യം കാലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പടവലങ്ങ പോലെ വളർന്ന് കേരളത്തിലേക്ക് അകത്തേക്ക് മാത്രം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. BJP-ക്ക് ആർട്ടിക്കിൾ 370-ലായിരുന്നാലും ശരി തന്നെയാണ്, CAA-ലായിരുന്നാലും ശരി തന്നെയാണ്, ഈ പറയുന്ന UCC-ലായിരുന്നാലും ശരി തന്നെയാണ്, രാമകൃഷ്ണ ജന്മഭൂമി വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രാപ്തിയും ശേഷിയും ഞങ്ങൾക്കുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോഴും ഞങ്ങൾ പറയുന്ന നിലപാടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനുള്ള ആർജവവും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. CPM-നെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടറിനെതിരെ നിങ്ങൾ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ ട്രാക്ടർ ഉരുട്ടിക്കൊണ്ട് കിടക്കും. കമ്പ്യൂട്ടറിനെതിരെ ഒരു കാലത്ത് സമരം ചെയ്യും, പിന്നെ കമ്പ്യൂട്ടറിനെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കും. നിങ്ങൾക്ക് എന്താണ് നിലപാടെന്നേ? നിങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അമുൽ ബേബി എന്ന് വിളിച്ചുകൊണ്ട് കിടന്നത്. നിങ്ങൾ തന്നെയാണ് ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി വെച്ചത് പപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ വന്നിരുന്നിട്ട് മറ്റുള്ളവർക്കെതിരെ എന്തൊക്കെയോ പറയുന്നു. ഇതൊക്കെ കാരണം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ. 543 ലോക്സഭാ സീറ്റും 650 സ്ഥാനാർത്ഥികളും, ഇത് മാത്രമാണ് ആ മുന്നണി. ആ മുന്നണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയേ അല്ല. ഓക്കെ, ഞാൻ നിജീഷേക്ക് വരുമ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ പറഞ്ഞുകൊള്ളു കേൾക്കാം. Like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. നിജേഷ്, രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രിയങ്ക ഗാന്ധി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ എന്തുകൊണ്ട് ഇ ഡി പിടിച്ചകത്തിടുന്നില്ല എന്ന് നേരിട്ട് ചോദിക്കുന്നില്ല, പരോക്ഷമായി ചോദിച്ചാൽ അതിന് മറുപടി പറയാതിരിക്കില്ല CPM എന്നറിയാത്തവരല്ലല്ലോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും.
അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ 10-20 സീറ്റിന്റെ മെച്ചത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസുകാർ നേതാക്കൾ എന്താണ് നിർബന്ധിച്ചത് പറയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോദി വിരുദ്ധ സഖ്യത്തിലോ മോദിയിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നതിലോ തരിമ്പെങ്കിലും ഇന്റഗ്രിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കണോ നിജേഷ്? ഞങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിനകത്തേക്ക് മാസാമാസം പൈസ വന്നത് രേഖയാണ്, കൃത്യമായ രേഖയാണ്. അതിൻ്റെ ശരിയും തെറ്റുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്ത് 4 വർഷം മുമ്പ് FIR ഇട്ടു. ആ കേസ് എവിടെ എത്തിയെന്ന് ഏതൊരു പൊതുപ്രവർത്തകനും ചോദിക്കാം. അത് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായതുകൊണ്ട് അഴിമതിക്കെതിരെ മിണ്ടാൻ പാടില്ല എന്നാരും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഹേമന്ത് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പേപ്പർ, അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പേപ്പർ, നിങ്ങളുടെ കൊടുത്ത പരാതി അടക്കം എന്തെങ്കിലുമൊക്കെ പേപ്പർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട്. എന്തേലുമൊക്കെ പേപ്പർ ഇതേ ചർച്ചയിൽ ഹാഷ്മി ഇതേ ചർച്ചയ്ക്കകത്ത് ആദായ നികുതിയുടെ സെറ്റിൽ ബോർഡിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇത് വെറും പേപ്പർ അല്ല, ഇത് രേഖയാണ്. കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്ന് മാസാമാസം വാങ്ങിയ രേഖയാണ്. ആ രേഖയുടെ അന്വേഷണം എഴഞ്ഞു നീങ്ങുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഒരു പൊതുപ്രവർത്തകന് സാധിക്കില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സ്വപ്ന സുരേഷിന്റെയും ജോയിന്റ് അക്കൗണ്ടിനകത്ത് ലൈഫ് മിഷന്റെ കമ്മീഷൻ വന്നുപെട്ടു. അത് പിടിച്ചു. അത് ശരിയല്ലേ, അത് തെറ്റാണോ എന്ന് ചോദിക്കാനുള്ള അധികാരം പൊതുപ്രവർത്തകരില്ലേ? അത് ചോദിക്കുന്നു. ഞങ്ങൾ കേരളത്തിൽ പിണറായി വിജയന്റെ അഴിമതി ഭരണകൂടത്തിനെതിരാണ്. അഴിമതി മോദി നടത്തിയാലും നരേന്ദ്രമോദി നടത്തിയാലും പിണറായി നടത്തിയാലും അത് തെറ്റാണ്. അത് ഞങ്ങളുടെ നേതാക്കന്മാർ പറയും. അതിനപ്പുറത്തേക്ക് അമിത്ഷാ വിളിക്കുന്നതൊക്കെ അത് തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് അസ്കർ ഇവിടെ സമ്മതിച്ചു. അപ്പൊ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസം? ഞങ്ങൾക്ക് സീതാറാം യെച്ചൂരിയോട് രാംലീല മൈതാനിയിൽ ഇടത്തെ കൈയും വലത്തെ കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മോദിക്കെതിരെ പടവെട്ടാൻ പ്രയാസമില്ല. ഡിണ്ടിഗലിലും കോയമ്പത്തൂരിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യാനും വോട്ട് പിടിക്കാനും ഞങ്ങൾക്ക് പ്രയാസമില്ല. ഈ കേരളത്തിലെ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങ് കർണാടകയിലെ നിങ്ങൾക്കൊക്കെ അറിയാം, കർണാടകയിലെ ബാഗപ്പെട്ടിൽ ഒരുമിച്ച് നേർന്ന ആളുകൾ ഇപ്പുറത്ത് ചിക്ബല്ലാപൂരിൽ കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം മത്സരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്കകത്തുള്ള 2 ആളുടെ ചിത്രം വെച്ച് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങളുടെ നിലപാടാ. സിക്തറിലാണെങ്കിലും മുർഷിദാബാദിലാണെങ്കിലും ശരി 4ാം സ്ഥാനത്തുള്ള CPM വോട്ട് ചോദിക്കാനും സ്ഥാനാർത്ഥി നിർത്താൻ ഞങ്ങൾ തയ്യാറാ എന്ന് വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന അഴിമതിയെ പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ല. ദേശീയ തലത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതി നടത്തുമെന്ന് രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്ന് പറയുന്നതിന്റെ ഗുണമാർക്കാണെന്നാണ് ചോദ്യം. ഈ നിജേഷ് അരവിന്ദ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാതിരിക്കുന്നതല്ല. പ്രതിപക്ഷ നേതാവ് അടക്കം കെ സുധാകരൻ അടക്കം പുട്ടിന് വീര പോലെ കാലങ്ങളായി പറയുന്നത് തന്നെയാണെന്നേ. ഇതിപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇപ്പൊ തൊഴിലില്ലായ്മയാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്, വിലക്കയറ്റമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. അല്ലാതെ രാമക്ഷേത്രത്തിൽ 8% ആളുകൾ എത്തുന്നുള്ളൂ എന്ന് സർവേ നിൽക്കുന്ന സമയത്ത് അവിടെ രാഹുലും മട്ടൻ കറി വെച്ചത് കണ്ടില്ലേ, തേജസ്വി യാദവ് മീൻകറി കഴിച്ചത് കണ്ടില്ലേ എന്നൊക്കെയുള്ള ആയുധം ഇറക്കേണ്ടി വരുന്ന സമയത്ത് ഒന്നാന്തരം ആയുധം കൊടുക്കലാണ് നിങ്ങളുടെ ഈ ചക്കളത്തിപ്പോര് കേരളത്തിൽ. നിജേഷ്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആശയപരമായ പ്രസംഗമാണ്. ആയുധം കൊടുത്തിരിക്കുന്നത് CPM ആണ്. അമിത്ഷായുടെ അതേ വാക്ക് ആവർത്തിച്ചത് CPM ആണ്. മുത്തശ്ശിയെ ഇന്ദിരാഗാന്ധിയെ ചീത്ത വിളിച്ചത് CPM എന്ന് പറയുന്നതിൽ പിണറായി വിജയനാണ്. EP ജയരാജനാണ് പറയുന്നത് BJPക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ട്, നേതാക്കന്മാരുണ്ട് എന്ന് പറയുന്നത് EP ജയരാജനാണ്. BJP വെള്ളമുശാൻ നോക്കുന്നത് അവരാണ്. ഞങ്ങളാണ് അതിന്റെ ഉത്തരവാദി, ഞങ്ങളല്ല അതിന്റെ ഉത്തരവാദി. ഞങ്ങളുടെ പോരാട്ടം ദേശീയ തലത്തിൽ BJPക്കെതിരാണ്. കേരളത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ അപ്പുറത്തുള്ളത് സ്വാഭാവികമാണ്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് വാങ്ങുക സ്വാഭാവികമാണ്. അതേ കടപ്പുറത്ത് 3 ആഴ്ച മുമ്പ് രാഹുൽ ഗാന്ധിയെ മാത്രം പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ തിരിച്ചു വന്ന് മറുപടി പറയും. അത് കേട്ടാൽ അതിന് ആശയപരമായി മറുപടി പറയട്ടെ. ആശയപരമായി പറയുന്നതിന് പകരം വ്യക്തിപരമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാകാലമായി സൂചിപ്പിക്കുന്ന അമിത്ഷായുടെ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും സംശയം വരിക. കേരളത്തിലെ CPMന്റെ മുടി ചൂടാ മന്നൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ നിലപാടുകൾ അത് പൂർണ്ണമായും ഇന്ത്യ മുന്നണിയുടെ നിലപാടുകൾക്ക് യോജിച്ചു പോകുന്നതല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് തെളിയിക്കുന്നത്. അതാണ് ഞങ്ങളുടെ സംശയം. ഞങ്ങൾക്ക് CPMന്റെ മറ്റ് ഇന്നത്തെ ഇന്ത്യയിലെ മോദി വിരുദ്ധ നിലപാടുകളെ പറ്റിയൊന്നും സംശയമില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവരൊപ്പം പോയില്ലല്ലോ. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, കുറച്ചു കാലമായി തുടങ്ങിയതാ. അത് ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ നിലപാടുണ്ട്. ശ്രീ എമ്മിന്റെ മധ്യസ്ഥത നമുക്കറിയാം. RSSും CPMും ശ്രീ എമ്മിന്റെ മധ്യസ്ഥത ഇതൊക്കെ കേരളത്തിലെ നേതാക്കൾ പറ. കാരണം കേരളത്തിൽ പോരാട്ടം LDFും UDFും തമ്മിലാണ്. BJP ചിത്രത്തിലില്ല. ദേശീയ തലത്തിൽ അങ്ങനെയല്ല.
ദേശീയ തലത്തിൽ അങ്ങനെയല്ല നിജേഷ്. ഹാഷ്മി സിമ്പിൾ അല്ലെ, രാഹുൽ ഗാന്ധി നിൽക്കുന്ന പാർട്ടിയുടെ പദവി ഏതാണെന്നും അതിന്റെ സ്റ്റേച്ചർ ഏതാണെന്നും അദ്ദേഹം നേതൃത്വം നൽകാൻ ശ്രമിക്കുന്ന മുന്നണി ഏതാണെന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ പറയലാണോ രാഷ്ട്രീയം? രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് 20 സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി പറയും. രാഹുൽ ഗാന്ധി വിഷയം പറയുന്ന സമയത്ത് വിഷയം തെറ്റാണെങ്കിൽ, വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ, കളവാണെങ്കിൽ, കെട്ടിച്ചമച്ചതാണെങ്കിൽ ഹാഷ്മിക്ക് ചോദ്യം ചെയ്യാം, മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചെയ്യാം. മറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് രാഹുൽ ഗാന്ധി ആകാശത്തേക്ക് കൈ ചൂണ്ടുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ കൈക്ക് നേരെ അല്ലല്ലോ ചൂണ്ടേണ്ടത്, ആകാശത്തുള്ളതിന് നേരെയല്ലേ. ആകാശത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ന കാര്യങ്ങളിൽ അഴിമതി. അങ്ങനെ കൈ ചൂണ്ടുമ്പോൾ ആകാശത്ത് ആയുധമാക്കാൻ കാത്തിരിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിവും ബോധ്യവും ഒരു രാഷ്ട്രീയ നേതാവിന് നല്ലതാണ്. ശ്രീ ഹസ്കർ, ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന CPM നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുലിനെതിരെ പരിഹസിച്ചിരുന്നതാണ്. നാഷണൽ ഹെറാൾഡ് ഉൾപ്പെടെ എന്റെ അമ്മ അഴിമതി കേസിൽപ്പെട്ടു, എന്തേ പിണറായി വിജയൻ അമ്മ അഴിമതി കേസിൽപ്പെട്ടില്ല? എന്തൊക്കെ പ്രസംഗത്തിന്റെ പേരിൽ ഞാൻ കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടു, എന്തേ പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കുന്നില്ല? ക്രിമിനൽ കേസിൽ 2 വർഷം ശിക്ഷിക്കപ്പെട്ട എന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കി, യാതൊരു കേസിലില്ലെങ്കിലും എന്തേ പിണറായി വിജയനെ അയോഗ്യനാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നേതാവിന്റെ പേര് ഒന്നുകൂടി നോക്കേണ്ടി വരും. ഇത് ഏതെങ്കിലും BJP നേതാവ് എഴുതിയതല്ല എന്ന് തെളിയണമെങ്കിൽ. ഇന്ന് EP ജയരാജൻ ചോദിക്കുകയാണ്, നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അകത്ത് പോയില്ല എന്ന് സ്വയം ചിന്തിക്കണം. മാത്രമല്ല, എന്താണ് പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്ന ആളല്ലത്രേ, എന്താണ് രാഹുലിനെ പോലെ പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്ന അല്ലത്രേ പിണറായി വിജയൻ. സാർ, ആ കുടുംബത്തിൽ സ്വന്തം പിതാവിനെയും സ്വന്തം മുത്തശ്ശിയുടെയും രക്തസാക്ഷ്യം കണ്ട് വളർന്ന ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി AK ബാലൻ പറയുന്ന പോലെ നിങ്ങളുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അസ്തിത്വ പ്രതിസന്ധി ആണെങ്കിൽ കൂടിയും ശത്രു മോദിയല്ല, ശത്രു രാഹുലാണ് എന്നൊരു ബോധ്യത്തിലേക്ക് പിണറായി മാത്രം നേതാക്കൾ താഴെത്തട്ടിൽ വരെ എത്തിയോ നിങ്ങൾ? ഹസ്കർ, ഹാഷ്മി, ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന ഘട്ടത്തിൽ മോദി സർക്കാർ തീസരി ബാർ മോദി സർക്കാർ ആപ്കി ബാർ 400 പാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു മുദ്രാവാക്യമായിരുന്നു BJP വെച്ചിരുന്നത്. 400 സീറ്റ് എന്ന മാജിക്കൽ നമ്പറിലേക്ക് BJP എത്തും എന്ന പ്രതീക്ഷയോടുകൂടി നടക്കുന്നു. ഇന്നിപ്പോൾ 273 എന്ന റിയാലിറ്റിയിൽ എത്തുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കുകയാണ് BJP. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ജയിലിലടയ്ക്കുന്നില്ല എന്ന് BJPയോട് ചോദിക്കുന്നത്. അദ്ദേഹം പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ ആണ് അത്തരമൊരു വസ്തുതയിലേക്ക് അദ്ദേഹം അങ്ങനെ വിമർശനം ഉന്നയിക്കേണ്ട ഗതികേടുണ്ടായിട്ടുള്ളത്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എടുത്തിട്ടുള്ള മൃദു ഹിന്ദു സമീപനം രാജ്യത്താകമാനം ഫാസിസ്റ്റ് ശക്തികൾ ഏതാണോ എടുത്തിട്ടുള്ളത് അതേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് 2014-ലും 2019-ലും കോൺഗ്രസിന് അടിയറവ് പറയേണ്ടി വന്നിട്ടുള്ളത്. അതേ സമീപനം വീണ്ടും എടുക്കുന്നു എന്നുള്ളിടത്താണ്. അവിടെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ CPIM എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ബദൽ മുന്നണി ഉണ്ടാക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് BJPയെ നേരിടുന്നതിനുള്ള കരുത്തില്ല. അങ്ങനെ പ്രാദേശിക കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടി കൊടുക്കും എന്നുള്ളത് അദ്ദേഹം കണ്ണു നട്ടിരിക്കുന്നത് കേരളത്തിലെ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടി കൊടുക്കേണ്ടത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണോ? തെക്കേ ഇന്ത്യയിൽ ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടി കൊടുക്കേണ്ടത് രാഹുലിനെ അപഹസിക്കാൻ, അധിക്ഷേപിക്കാൻ ഇപ്പോൾ BJPക്കാർ വിളിക്കാൻ ധൈര്യപ്പെടാത്ത ആ വിളി ഓർമ്മിപ്പിക്കലാണോ ചെയ്യേണ്ടത്? യുവരാജ് ഗോകുൽ ഓർമ്മിപ്പിക്കുകയാണ്, ദേശാഭിമാനി അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പപ്പു സ്ട്രൈക്ക് എന്ന രീതിയിൽ അതേ വാക്ക്. അപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാൻ മടിയില്ലാത്തവരല്ല CPM, പിണറായി മാത്രമല്ല CPM. ഹസ്കർ, അല്ല, രാഹുലിനെ എതിർത്തു കഴിഞ്ഞാൽ അത് സംഘപരിവാരത്തിനെ അനുകൂലിക്കുന്നു എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കേണ്ടതില്ല. അങ്ങനെയല്ല, രാഹുലിനെ രാഷ്ട്രീയമായി എതിർക്കണം. ഒരേപോലെ എതിർത്തു രാഹുലിനെ രാഷ്ട്രീയമായി എതിർക്കുന്നതിന് പകരം അമിത്ഷാ CPMന്റെ ആരെങ്കിലും ആണോ? അല്ലല്ലോ, BJPയുടെ നേതാവല്ലേ? അല്ലേ? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, BJPയുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ? അമിത്ഷായുടെ വാക്കുകൾ കടമെടുക്കേണ്ട കാര്യമുണ്ടോ CPMനും ദേശാഭിമാനിക്കും, ഹസ്കർ, പിണറായിക്കും? അങ്ങനെ ഒരു തരത്തിലും പിണറായി വിജയൻ അമിത്ഷായുടെ വാക്കുകൾ കടമെടുത്തതല്ല. അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നത് അപകടകരമായ മറ്റൊരു രാഷ്ട്രീയ പ്രത്യാക്രമണത്തിലേക്ക് കോൺഗ്രസ് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും BJPയുടെ വാക്കുകളല്ല CPM കടമെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പിണറായി വിജയൻ കടമെടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് പറഞ്ഞതിന് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് അപക്വമായിട്ടുള്ള വരികൾ വന്നപ്പോൾ
അതിനെ വിമർശിക്കുക മാത്രമാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഞങ്ങൾ വയനാട് സീറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ഈ ഘട്ടത്തിൽ പറഞ്ഞു, ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഡയറക്ടറായി BJP-യുമായി ഏറ്റുമുട്ടുന്ന ഒരു സീറ്റിൽ മത്സരിക്കണം. അതാണ് CPM മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. പകരമോ ഏറ്റവും സുരക്ഷിതമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു സീറ്റിൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പണ്ട് ചിക്കമംഗ്ലൂരിൽ മത്സരിച്ചിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരേ ഒരു തവണ മാത്രമേ തെക്കേ ഇന്ത്യയിൽ മത്സരിച്ചിരുന്നുള്ളൂ, ചിക്കമംഗ്ലൂരിൽ. വീണ്ടും തിരിച്ച് റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്ന സാഹചര്യമാണ് നാം കണ്ടിട്ടുള്ളത്. അതാണ് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരുടെ ചരിത്രം. ഇവിടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വയനാട് വന്ന് മത്സരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ചുരുങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ പദവിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവനായി കാണുന്നതിനുള്ള ശേഷിയില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതല്ല. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അപകടമെന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന മൃദു ഹിന്ദുത്വ സമീപനം. അതുകൊണ്ടാണ് CAA സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരു വാക്ക് പോലുമില്ല ഇത് വരുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക ഇറങ്ങുമല്ലോ, അതിൽ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അത് പ്രാദേശിക പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് കോൺഗ്രസിന് നിലപാടുകളില്ല. അവർ എങ്ങനെ BJP രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിലെത്തിയോ അതേ മാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതാണ് വസ്തുത. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്ക് ആയുധമാകുന്നു എന്നൊരു ചർച്ചയ്ക്കപ്പുറം കേരളത്തിലേക്ക് വന്നാൽ എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്, നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലോ, ഇവിടെ BJPക്കെതിരെ പൊതുസ്ഥാനാർത്ഥി നിർത്തിക്കൂടെ എന്ന് നിങ്ങളുടെ ഒരു നറേറ്റീവ് പൊളിക്കുന്നതല്ലേ? ഇവിടെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നേർക്കുനേർ പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ BJPയെ എതിർക്കുന്നതിൽ കൂടുതൽ ക്രെഡൻഷ്യൽ, കൂടുതൽ ഇൻറ്റഗ്രിറ്റി ആർക്കാണ് എന്ന ചർച്ചയാണ് ഇവിടെ സംവാദമായി നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചയിൽപ്പെട്ട് LDF UDF എന്ന പോര് കനക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷ സുരേഷ് ഗോപി അടക്കം, രാജീവ് ചന്ദ്രശേഖർ അടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ 400 സീറ്റിന് മുകളിൽ കേരളത്തിൽ 10 സീറ്റ് എന്ന കണക്കൊന്നും ഞാൻ അവിടെ വായിച്ചിരുന്നു, എങ്ങനെയാണെന്നറിയില്ല. നിങ്ങൾ രാഷ്ട്രീയ അപ്രസക്തി നേരിടുന്നു യുവരാജ് ഗോകുൽ കേരളത്തിൽ. അല്ല ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം താങ്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, താങ്കൾ വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു ബഹളത്തിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ ഏകപക്ഷീയമായിട്ട് ഈ ചർച്ച ഒരു വശത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. താങ്കൾ തുടങ്ങുന്ന നേരം മുതൽ BJPയുടെ വാക്കുകൾ, അമിത്ഷാ പറഞ്ഞ വാക്കുകൾ, BJPയുടെ സൈബർ ഹാൻഡിലുകൾ, താങ്കൾ 2007 അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുജറാത്തിൽ മൗത്ത് കി സൗദാഗർ എന്ന് നരേന്ദ്രമോദിജിയെ സോണിയാഗാന്ധി നേരിട്ട് പോയി വിളിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? താങ്കൾ മട്ടൻ കഴിച്ചതിൻ്റെയും മീൻ കഴിച്ചതിൻ്റെയും കാര്യം പറയുന്നുണ്ട്. 2017 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഒരു പീസ് കൂണിന് 80,000 രൂപയാണ് അവിടെ കൂണാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാത്രത്തിനകത്തേക്ക് ഇവർ തലയിട്ട് നോക്കിക്കൊണ്ടിരുന്ന പ്രചരണം താങ്കൾ കണ്ടില്ലേ? നരേന്ദ്രമോദിജിയുടെ പിറന്നാളിന് മുട്ടയുള്ള കേക്കാണോ മുട്ട ഇല്ലാത്ത കേക്കാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോയ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമ്മുടെ നാട്ടിലുണ്ട്. പേര് രാജ്ദീപ് സർദേശായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കേക്ക് ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് പോകുന്നത് താങ്കൾ കണ്ടില്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്തർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത് BJP വിളിച്ച പേരാണ് പിണറായി വിജയൻ ഏറ്റു വിളിച്ചതെന്ന്? പിണറായി വിജയൻ ഒരു പേരും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് മുമ്പ് ഒരു പേരുണ്ടായിരുന്നു, ആ പേര് പോയിട്ടില്ല എന്ന് മാത്രമാണ്. ഹാഷ്മി, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ലല്ല, ഞാൻ ഈ പറഞ്ഞതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2011 അസംബ്ലി ഇലക്ഷനിൽ, കേരളത്തിൽ അസംബ്ലി ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വരികയും 93 വയസ്സായ ഒരാളാണ് CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുകയും ചെയ്തപ്പോൾ അന്ന് VS അച്യുതാനന്ദൻ തിരിച്ചു വിളിച്ച പേരാണ് അമുൽ ബേബി. 2011 ഏപ്രിൽ 15 അമുൽ കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. VS അച്യുതാനന്ദനെയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഇരുത്തിക്കൊണ്ട് ദേ ആർ അമുൽ ബേബീസ് എന്നും പറഞ്ഞുകൊണ്ട് അമുൽ കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. 2011 നിങ്ങൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി, അമിത്ഷാ ഒന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് പോലും ഇല്ലാന്നേ. പിണറായി വിജയൻ വിളിച്ച പേര് അതായിക്കൂടെ? പിണറായി വിജയൻ ഓർമ്മിപ്പിച്ച പേര് അതായിക്കൂടെ? ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് BJPയുടെ തലയിലേക്ക് വെച്ചിട്ട് കേട്ടില്ല. അങ്ങ് BJPയുടെ പ്രതിനിധിയാണ്. അതെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പ്രതിനിധി ആയതുകൊണ്ടാണ് പറയുന്നത്. പ്രതിനിധി ആയതുകൊണ്ടാണ് പറയുന്നത്.
തുടങ്ങുന്ന നേരം മുതൽ BJP എന്തോ അധമരാഷ്ട്രീയം ചെയ്യുന്നുണ്ട്. ആ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് എന്തോ പേരിട്ടിട്ടുണ്ട്. ആ പേരിനെ പിണറായി വിജയൻ വിളിക്കുന്നത് ശരിയാണോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. ഞങ്ങളൊന്നുമല്ല, നരേന്ദ്രമോദിക്ക് സോണിയാഗാന്ധി പേരിട്ട് തരുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഇവിടെ വന്ന് ചായ വിൽക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അധമരാഷ്ട്രീയം തുടങ്ങി വെച്ചതാരാണ്? കോൺഗ്രസ് ആണ്. ആ അധമരാഷ്ട്രീയം തുടങ്ങി വെച്ചതാരാണ്? അമുൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ച CPM ആണ്. താങ്കൾക്ക് ആരെങ്കിലും ചാരണമെന്നുണ്ടെങ്കിൽ താങ്കൾ ദേവീത് അവിടെ ചാരി സംസാരിക്കുക. സംസാരിക്കരുതെന്ന് മാത്രം ഞാൻ അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അമുൽ രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന അധമരാഷ്ട്രീയമാണെങ്കിൽ പപ്പു എന്ന് വിളിക്കുന്ന അധമരാഷ്ട്രീയമാണോ യുവരാജ്? മൗത്ത് കി സൗദാഗർ എന്ന് വിളിക്കുന്നത് അധമരാഷ്ട്രീയമാകുമെങ്കിൽ പപ്പു എന്ന് വിളിക്കുന്നത് നമുക്ക് അധമരാഷ്ട്രീയമാണെന്ന് സമ്മതിക്കാം. ഓക്കെ, അപ്പൊ അങ്ങയുടെ അമിത്ഷാ പറഞ്ഞത് അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അമിത്ഷാ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത് അധമരാഷ്ട്രീയ വാക്കുകൾ പറഞ്ഞതാണ്. അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് അല്ലല്ല, സോണിയാഗാന്ധി പറഞ്ഞ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്കുകൾ അധമരാഷ്ട്രീയമാണ്. കോൺഗ്രസിന്റെ IT ഹാൻഡിൽ കൈകാര്യം ചെയ്തിരുന്ന ദിവ്യ സ്പന്ദനെ പോലുള്ള ആൾക്കാർ നരേന്ദ്രമോദിയെ ഫെക്കൂന്ന് വിളിച്ചുകൊണ്ട് നടന്നത് അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു. ഫോർ ടാറ്റ് എന്നുള്ള നിലയിൽ അധമരാഷ്ട്രീയത്തിന്റെ ഭാഗമാകാം. ഒരു രാഷ്ട്രീയത്തിൽ ഇരട്ട പേരുകൾ ഇട്ട് വിളിക്കുന്ന അത്ര നല്ല അമിത്ഷായെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത് അധമരാഷ്ട്രീയമാണ് യുവരാജ് ഗോകുൽ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ വാദം വിട്ടു. തരത്തിലുള്ള മടി ഞങ്ങളുടെ ഭാഗത്തൊന്നും ഓക്കെ. ശ്രീജേഷ് അരവിന്ദ്, ഇവിടെ എന്താണ് കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന, ഇന്ത്യ സഖ്യമായി ഏറ്റുമുട്ടുന്ന ഇനി അങ്ങോട്ടുള്ള എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പിലും എഴുതി വെച്ചോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹം രാഹുലിനെ പറ്റിയും പറഞ്ഞ വാചകങ്ങൾ ഉയരാൻ പോകുന്നു. എത്രത്തോളം ഹാം അത് ഇന്ത്യ സഖ്യത്തിനുണ്ടാകും എന്നാണ് കരുതേണ്ടത് രഞ്ജേഷ്? ഒരു കാരണവശാലുമില്ല. കാരണം ഇന്ത്യ മുന്നണി ഒരു കൃത്യമായ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. അപ്പുറത്ത് നരേന്ദ്രമോദി മറ്റൊരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. പരസ്പരം ഏറ്റുമുട്ടുന്നു. നമ്മൾ ആശയപരമായി വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തിലെ CPMന്റെ കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രകടിപ്പിച്ചത്. കാരണം കേരളത്തിലെ സിദ്ധാരാമയ്യക്കെതിരെ വരുന്ന, സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലെ ആളുകൾക്കെതിരെ വരുന്ന, DK ശിവകുമാറിനെതിരെ വരുന്ന, അല്ലെങ്കിൽ അങ്ങ് കേജ്രിവാൾ വരെയുള്ള ആളുകളോട് വളരെ ഹാർഷായി പെരുമാറുന്ന, ഞങ്ങൾ പിണറായി വിജയൻ ജയിലിലടക്കണം എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് ഈ അതിർത്തി വരുമ്പോൾ ഒരു കോംപ്രമൈസ് വരുന്നു? ഹാഷ്മിക്ക് അറിയാലോ ആരാണ് കേന്ദ്ര ഏജൻസിക്ക് കത്തയച്ചത്? ഇത്ര ധൈര്യപൂർവ്വം കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കണമെന്ന് കത്തയച്ചത് പിണറായി വിജയനാണ്. തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ സംശയം. ആ സംശയം പ്രകടിപ്പിച്ചു. പിന്നെ രാഹുൽ ഗാന്ധിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഹാഷ്മി ആരുടെയും പ്രസംഗം എഴുതി കൊടുത്ത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ രാജ്യത്തുടനീളം സഞ്ചരിച്ച് ഓരോ സ്പോട്ടിലും അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോയ ആളാ. അദ്ദേഹത്തിന് PR വർക്കിന്റെ കാര്യമൊന്നുമില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അമിത്ഷാ പറയുന്നത് ഇപ്പം തന്നെ കണ്ടു, BJPയുടെ പ്രതി പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്യുന്നു. എന്തിന്? അമിത്ഷാ പറയുന്നത് ആവർത്തിക്കേണ്ട കാര്യം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നിലപാട് ശരിയല്ല എന്ന് അല്ല ഹാഷ്മി, രാഹുൽ ഗാന്ധി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിന് ആ പറഞ്ഞ വിഷയത്തിനോടല്ലേ പ്രതികരിക്കേണ്ടത്? എന്റെ ചോദ്യം അതാണ് ഹാഷ്മി. രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയത്തിനോടാണോ പ്രതികരിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയോടാണോ പ്രതികരിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണോ പറയേണ്ടത്? ഇതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിച്ചു, ശരിയാണ്. ആ വിഷയത്തോട് പിണറായി വിജയന് കൃത്യമായി മറുപടി പറഞ്ഞൂടെ? ഇന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടെ? അതിന് പകരം നിങ്ങളെ പണ്ട് സ്കൂൾ കുട്ടികൾ വിളിക്കുന്നത് പോലെ വിളിക്കുന്നത് ശരിയാണോ കേരളത്തിന്? താഴ്ന്നു പോയതുകൊണ്ട് മോദിക്ക് രായി തന്നിട്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശരി, യുവരാജ് ഗോകുൽ, ഇവിടെ നരേന്ദ്രമോദിക്ക് ഗുജറാത്തി ഭക്ഷണം ഇഷ്ടമല്ല. അത് കാരണം അദ്ദേഹം കഴിക്കുന്നത് തായ്വാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മഷ്റൂമാണ്. അതിനൊരു പീസിന് 80,000 രൂപയാണ് വില. ഒരു ദിവസം അദ്ദേഹം 5 പീസ് ആ മഷ്റൂം അത്തരത്തിൽ കഴിക്കുമെന്ന് പറയുന്ന നേതാവിന്റെ പേരെന്താണെന്നറിയോ? അൽപേഷ് താക്കൂർ. നിങ്ങളുടെ രാധൻപൂരിലെ BJP MLA ആണ്. ഇപ്പൊ നിങ്ങളുടെ രാധൻപൂരിലെ BJP MLA എപ്പോഴാണെങ്കിലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയ ആൾ നിങ്ങളുടെ MLA ആണോ? എപ്പോഴാണെങ്കിലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ MLA ആണോ? കോൺഗ്രസ് നേതാവായിരുന്നപ്പോഴാണല്ലോ പറഞ്ഞത്. പാളയത്തിൽ നിന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എന്താണെങ്കിലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സ്വീകാര്യനായോ? ഇപ്പോഴും ആൾക്കാർ എന്തായാലും മോദിയുടെ പാത്രത്തിലേക്ക് നോക്കിയ ആൾ, അദ്ദേഹം 80,000 രൂപയുടെ കൂണ് കഴിച്ചു മാത്രം അദ്ദേഹത്തിന് നിറം വന്നു എന്നൊക്കെ പറയുന്ന ആൾ നിങ്ങൾക്ക് സ്വീകാര്യനായോ? ഒരു കുഴപ്പമില്ലാതെ മാലയിട്ട് സ്വീകരിച്ചു. നിലപാട് മാറ്റിയപ്പോൾ സ്വീകാര്യനായി.
അല്ല മഷ്റൂം കഴിക്കുന്നില്ല പറഞ്ഞു അൽപേഷ്. അല്ല എന്താണ് അദ്ദേഹം മഷ്റൂം അല്ല അദ്ദേഹം മഷ്റൂം കഴിക്കുന്നില്ല. അല്ല അദ്ദേഹം ഇല്ല അദ്ദേഹം മഷ്റൂം കഴിക്കുന്നില്ല. അദ്ദേഹം കഴിക്കുന്ന നല്ല ഗുജറാത്തി ചപ്പാത്തിയാണ് എന്ന് എവിടെ അൽപേഷ് പറഞ്ഞു? നേതാക്കൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു. ഇല്ല നരേന്ദ്രമോദി കഴിക്കുന്നത് മഷ്റൂം അല്ല, ഗുജറാത്തി ചപ്പാത്തിയും ദാൽക്കറിയുമാണ് അൽപേഷ് പറഞ്ഞ എവിടെ കാണിച്ചു തരാമോ? അപ്പുറത്തെ പാളയത്തിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ പലതും പറയും. അല്ല പറയുമ്പോ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ നിൽക്കുന്നവർ എവിടെയാണ് വിഷയമല്ല. അല്ല ഒരു കാര്യം അത് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെയല്ലേ പറഞ്ഞത്. ആ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും എതിർത്ത് പറഞ്ഞോ ഒന്ന്? ഇല്ലല്ലോ. ശരി 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 നമ്മുടെ സമയം പൂർണ്ണമായി ക്ഷമിക്കണം. നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എൻകൗണ്ടർ പറയുന്നത് 3 പേർക്ക് നന്ദി.